മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗീയ സമ്മാനം നമ്മുടെ കുഞ്ഞുങ്ങളെ കുടുംബം ഒന്നിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് വിശുദ്ധിയോടെ ആനയിച്ചു കൊണ്ടുപോകാൻ മാലാഖമാരുടെ അകമ്പടിയോടെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള ഒരു എളിയ പരിശ്രമം. ഇന്നമ്മെ സഹായിക്കാനായിട്ട് ഏഞ്ചൽസ് ആർമി ഫാമിലിയിൽ എത്തിയിരിക്കുന്ന കുടുംബം പ്രിയപ്പെട്ട ബിനുചേട്ടനും സീത ചേച്ചിയുമാണ്. ഇവർ ഒത്തിരി നാളെ ഏഞ്ചൽസ് ആർമിയിൽ സഹായിക്കുന്ന ആൾക്കാരാണ്. ബിനുചേട്ടൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. സീത ചേച്ചി ടീച്ചറാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഇവർക്ക് 3 മക്കളുണ്ട്. അണക്കരയാണ് വീട് അല്ലേ? അണക്കര നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സോഫി ചേച്ചിയാണ്. നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ കൂടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളതാണ്. സോഫി ചേച്ചി തിരുവനന്തപുരംകാരിയാണ്, ജോലി ചെയ്യുന്നു. ഏഞ്ചൽസ് ആർമിയുടെ തുടക്കം മുതലുള്ള ഒരു പ്രേക്ഷിതയാണ്. ചേച്ചിയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് സീനിയറായിട്ട് പഠിച്ചിട്ട് പെൺകുട്ടിയാണ്. അവൾ കല്യാണം കഴിച്ചിരിക്കുന്നു. ആത്മീയമായിട്ടൊക്കെ നല്ല നിലയിലുള്ള ചേട്ടനെയാണ്. ഞങ്ങൾ ഇപ്പം നല്ല കുടുംബ സുഹൃത്തുക്കളാണ്, മക്കളും ചേട്ടനും ഇവളും ഒക്കെ ആയിട്ട്. ഒരു ദിവസം അവളിങ്ങനെ രസകരമായ ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ നിന്ന് പങ്കുവെച്ചെന്ന് ഓർക്കുന്നുണ്ട്. അവൾ 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായ കാലം മുതൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു. എങ്ങനെ കുഞ്ഞുങ്ങളെ വിശുദ്ധി വളർത്താം, എങ്ങനെ പ്രാർത്ഥന ഇൻട്രസ്റ്റ് ആക്കാം, കുർബാന ഇൻട്രസ്റ്റ് ആക്കാം. അപ്പോൾ എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. ഒരു ദിവസം അവളിങ്ങനെ കൊച്ചിന് പറഞ്ഞു കൊടുത്തു, എന്ത് വിഷമം ഉണ്ടായാലും എന്ത് സങ്കടം ഉണ്ടായാലും വേദനയൊക്കെ ഉണ്ടായാൽ അത് അന്നേരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ജോലി സ്ഥലത്ത് ഇവൾ തലകറങ്ങി വീണ് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ഭർത്താവ് വന്നു, കുഞ്ഞുങ്ങൾ വന്നു. മോന ഓടി ആദ്യം വന്നത്. മോന കൊച്ചു പയ്യനാണ്, അവനിപ്പോഴും ചെറിയ ക്ലാസ്സിൽ LKG UKG പഠിക്കുന്ന കൊച്ചായിട്ടുള്ളൂ. അവൻ ഓടി വന്ന് അമ്മ എടുക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ തളർന്ന് കുത്തി കിടപ്പാണ്. അമ്മ എടുക്കുന്നിരിക്കുക, അമ്മ വേദനയൊക്കെ സമർപ്പിച്ചായിരുന്നോ? ആദ്യത്തെ ചോദ്യം ഇതാ, വേദനയൊക്കെ ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾ കൊടുത്തായിരുന്നോ? വീടൊക്കെ കണ്ടിട്ട് വേദന എടുത്ത് കാണത്തില്ലേ? ഇവക്ക് ചിരിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കൊച്ചിന് ചിരിച്ചില്ല. സത്യം പറഞ്ഞാൽ അവൾ മറന്നുപോയി. അവൾ പറയാ, മോനെ അമ്മ മറന്നുപോയിട്ടാ. അല്ല കുഴപ്പമില്ല, വേഗം കൊടുത്തു, സമയം പോയിട്ടില്ല, കുറേ രക്ഷപ്പെട്ട് പോട്ടെ, ഇത് ഒന്നും കാണാം. ഇവളെ പറയാം, ഞാനിങ്ങനെ ഞെട്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞ് എന്നോട് വന്ന് ഇവിടെ തളർന്നു കുത്തി കിടക്കുക പറയാണ്, വേഗം കൊടുത്തു, കുറേ പേര് കയറിപ്പോട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ കുഞ്ഞ് സംസാരവിഷയം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാനുള്ള പൊടിക്കൈകൾ എന്തൊക്കെയാണ്? അതായത് പ്രാർത്ഥന എപ്പോഴും ഒരു ബാലികേറാമലയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ പലർക്കും. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇൻട്രസ്റ്റ് ഉള്ളതാക്കാം. കുഞ്ഞു പൊടിക്കൈകളൊക്കെ കൊടുത്ത് ചെറിയ ഉന്തുന്നളൊക്കെ കൊടുത്ത് എങ്ങനെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എൻജോയ് ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങാം. അച്ഛാ, ആക്ച്വലി ഇത് തുടങ്ങേണ്ടത് ഉദരത്തിൽ നിന്നാണ്. നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എന്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും മുന്നോട്ട്. പിന്നെ കൊടുക്കാവുന്നതിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞാൽ, ഇപ്പം എൻ്റെ 3ാമത്തെ പ്രഗ്നൻസിയിൽ ഇപ്പോൾ കുഞ്ഞിന് അതനുസരിച്ച് കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ പറയായിരുന്നു. അപ്പോൾ 3ാമത്തെ പ്രഗ്നൻസിയിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഏഞ്ചൽസ് ആർമിയുടെ ഒരു മീറ്റിംഗ് കോട്ടയത്ത് വന്നത്. അപ്പം കോട്ടയത്ത് വന്ന സമയത്ത് ജനച്ചൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവമേ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, എങ്ങനെയെങ്കിലും ജനച്ചനെ കണ്ടുപോയി പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞ് നിന്നെ പ്രാർത്ഥിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന് ഞങ്ങൾ അവിടെ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് കുർബാന കഴിഞ്ഞ സമയത്ത് തന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം കൊച്ചിനിപ്പോൾ 8 മാസമായി. ഇപ്പം 8 മാസം കഴിഞ്ഞിട്ടാണ് അച്ഛനെ ഞങ്ങൾ ഇവിടെ വെച്ച് കാണുന്നത്. ശാലോമി വെച്ചിട്ടാണ്. അപ്പം ഇന്നലത്തെ ആ കുഞ്ഞിൻ്റെ ഒരു ബിഹേവിയർ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അച്ഛന് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ. തിയോളജി പഠിക്കുന്ന സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബിഷപ്പ് പോപ്പായി മാറുന്നത്. അപ്പോൾ അന്നൊക്കെ മാർപ്പാപ്പ എല്ലാ ദിവസവും പത്രത്തിൽ മാർപ്പാപ്പയുടെ എന്തെങ്കിലും ഫോട്ടോ കാണും. എന്നെ ഏറ്റവും ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യാൻ തോന്നുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് മാർപ്പാപ്പ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഫോട്ടോ ഉണ്ട്. പിന്നീട് അത്ഭുതം എന്ന് പറയുന്നത്, ആ കൊച്ചിന് മാനസിക അസുഖം കുറേ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി കൊടുത്തതാണ്. പക്ഷെ അതുകൊണ്ടാണ് ഒത്തിരി ദൂരം യാത്ര ചെയ്ത് ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സ്ത്രീയും ഭർത്താവും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അത്ഭുതം, കുഞ്ഞൊരു കുഴപ്പമില്ലാതെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിട്ട് പുറത്തു വന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പട്ടമൊക്കെ ഇട്ടിട്ടെ കുറച്ച് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമുക്കൊരു നാട്ടിലൊക്കെ ഒരു പ്രഗ്നൻ്റ് ലേഡി എന്നെ ആദ്യമായിട്ട് ചേച്ചി എടുക്കാൻ വന്നിട്ട് ഒന്ന് വയറത്തോട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുറ്റുമുറ്റൊക്കെ നോക്കി, ദൈവം ആരെല്ലാം കാണുന്നുണ്ടോ, കണ്ട വലിയ വിപ്ലവമായി പോകുമല്ലോ.
പക്ഷെ പ്രിയപ്പെട്ട വൈദികരെ ആരെങ്കിലും കാണുന്നുണ്ട്, വൈദികരെ കാണുന്നവരോട് ഒരു അഭ്യർത്ഥന ഇതാണ്, ദയവ് ചെയ്ത് നമുക്ക് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ്. എന്നുവെച്ചാൽ അമ്മമാരൊക്കെ ഗർഭിണികളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് എത്ര സമയത്തിലും എത്ര ഇതാണേലും ഒന്ന് അവരുടെ ഉദരത്തിലേക്ക് ഒന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കും. ഞാനിപ്പോൾ അതുകൊണ്ട് വഴിയിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഗർഭിണികളെ കാണുമ്പോൾ പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ ആരും കാണാതെ എത്ര തിരക്കാണേലും ആരും കാണാതെ കുറിച്ചിട്ട് പോകത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് തോന്നിയത് ഞാൻ പ്രാവശ്യം സീരീസിനെ കണ്ടപ്പോഴത്തേക്കാണ്. ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടെ വെച്ചാണ് കുഞ്ഞുണ്ടായ ശേഷം ഞാൻ കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ 5-8 പേരിരിക്കുമ്പോൾ കൊച്ചെന്നെ മാത്രം ചിരിച്ചു കാണിക്കുന്നു. വേറൊരാളെ നോക്കിയിട്ട് വേറൊരാളെ എടുക്കാൻ പോയിട്ടും വരുന്നില്ല. ഞാനിതിപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുന്നു, എന്നെ മാത്രം നിങ്ങൾക്ക് ആർക്കും ഇതൊക്കെ നാച്ചുറലാന്ന് പറയാം, പക്ഷേ ഞാനത് വലിയൊരു ദൈവികത, വലിയ ഭാവം കാണുന്നുണ്ട്. ഉദരത്തിലയക്കുന്ന കുഞ്ഞിനെ തൊട്ട വൈദികനെ കൊച്ചു തിരിച്ചറിഞ്ഞതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈ ഭൂമിയിൽ വേറെ ഒന്നും കാണാനെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേച്ചി തുടർന്നോളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണമെന്ന് പറയായിരുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ കൊടുത്തതൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പം ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് 2nd സ്റ്റാൻഡേർഡിലും ഒരാൾ LKG-യിലുമാണ്. അപ്പൊ അവരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ പൊതുവെ മടിയുള്ള ഒരു സ്വാഭാവികമാണ്. അരമണിക്കൂറാണെന്നാണ് ഒരു കൊന്ത ചൊല്ലാനും അരമണിക്കൂർ എടുക്കുമല്ലോ. അപ്പൊ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ട് മടിയാണ്. അപ്പൊ ഞങ്ങള് വീട്ടിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരാള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഒരാള് LKG-യിൽ, പിന്നെ ഉള്ളതാണ് 3ാമത്തെ ആള് നമ്മുടെ 8 മാസമുള്ള. അപ്പം ഇവര് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വരാൻ പറയുമ്പോഴേ ഉറക്കം വരുന്നു, വിശക്കുന്നു, എല്ലാം എന്തൊക്കെ കഴിഞ്ഞാലും അതൊക്കെ തന്നെ പറയാറുണ്ട്. അപ്പം വീട്ടിൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം ചെയ്തത്, തിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഈശോയോട് നമുക്ക് വർത്താനം പറയാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വർത്താനം പറയാം. അപ്പോൾ ഈശോയും കേട്ടോളൂ, ഈശോയും കൂടെ കാണും, അപ്പോൾ ഉണ്ണീശോയോടും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അവരുടെ സ്കൂളിലെ കാര്യം പറയാൻ അവർക്ക് എന്തായാലും ഇൻട്രസ്റ്റാണ്. ആ ഇരിക്കാനുള്ള മടി അങ്ങനെ മാറി കിട്ടി. അപ്പോൾ ആ ഒരു കുറച്ച് സമയം എന്ന് പറയുന്നത് അങ്ങനെ വർത്താനമാണ്. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കുറേ ആക്ഷൻ സോങ്ങും പാട്ടുകളും ഒക്കെ ഇടയ്ക്ക് എപ്പോഴേലും സമയമുള്ളപ്പോൾ എല്ലാം പഠിപ്പിക്കും. ഇതൊക്കെ റെഗുലർ കൊന്തയുടെ ഭാഗങ്ങളാണോ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണോ? ഇത് റെഗുലർ കൊന്തയുടെ ഭാഗങ്ങളാണ്. ഈ ആക്ഷൻ സോങ്ങും ഇരുത്തലും ഇതൊക്കെ? അതെ അതെ അതെ, ആക്ഷൻ സോങ് എല്ലാം പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആദ്യം ഇവരുടെ ഒരു പാട്ടാണ് തുടങ്ങുന്നത്. ഒരു ബാൻഡ് ഷോ ഉണ്ട്. ബാൻഡ് ഷോ. അപ്പോൾ കുറച്ച് പാട്ട്, കുറച്ച് ഇംഗ്ലീഷ് സോങ്, കുറച്ച് ഇങ്ങനെ ആക്ഷൻ സോങ് എല്ലാം ആയിട്ട് അങ്ങ് കളിക്കും. അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പം ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കളിക്കാറുണ്ടോ? ഞങ്ങളും കളിക്കും. അപ്പൊ നമ്മളും കൂടെ കളിച്ചല്ലേ ഒരു ആക്റ്റീവ് ആവത്ത്. അപ്പൊ ഞങ്ങളും കളിക്കും. അപ്പൊ അവരോട് പറഞ്ഞു, ഈശോയുടെ മുന്നിൽ നമ്മള് അവിടെ ചെന്ന് ഇരുന്നാൽ തന്നെ പ്രാർത്ഥന. അപ്പൊ നമ്മളോട് ഡാൻസ് ചെയ്താൽ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണീശോയും നമ്മുടെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ണീശോ കളിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ കളിച്ച് ഡാൻസ് കളിപ്പിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ ആ ഒരു ക്ഷീണം അങ്ങ് മാറി കിട്ടും, ഉത്സാഹമായി സ്റ്റാർട്ടപ്പ് കിട്ടി. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നത്. അതായത് കൊന്ത തുടങ്ങുന്നത്. കൊന്തയുടെ ഒരു രസം കഴിയുമ്പോൾ അടുത്ത ആക്ഷൻ സോങ് തുടങ്ങും. ഓരോ രസത്തിന്റെ ഇടയിൽ ആക്ഷൻ സോങ്, പാട്ട്, അതുപോലെ കുഞ്ഞു ഉണ്ടാക്കിയ പാട്ടുകൾ പാടും. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൊച്ചുങ്ങളെ, ഏറ്റവും കുഞ്ഞത് 8 മാസം, അവളും അനങ്ങാതെ അവിടെ ഈ ആക്ഷൻ സോങ് കണ്ട് അവിടെ മൊത്തം വിഷ്വലൈസേഷൻ ആയതുകൊണ്ട് ആർക്കും അതെ അതെ. അപ്പം ഞങ്ങളിങ്ങനെ അവര് തന്നെ പാട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് പറയും, ഈ കുഞ്ഞു ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആക്കണേ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും പറയും, ഈ കുഞ്ഞു ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആക്കണേ. അപ്പൊ അതിനകത്തുനിന്ന് ഒരു പ്രാർത്ഥന വന്ന പോലെ ഇപ്പൊ വിശുദ്ധ ബെർണാദിന്റെ കഥയുടെ ഇങ്ങനെ ഉണ്ണീശോ കളിക്കുന്ന ഒരു കഥയില്ല വെച്ചാൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞായിരിക്കും ബെർണാദ് പുണ്യാളന്റെ മനോഹരമായ ഒരു കഥ. ബെർണാദ് പുണ്യാളൻ ഒരു സെമിനാറിൽ റെക്ടസിനായിരുന്നു. റെക്ടസിന് സമയത്ത് ഒരു പാവപ്പെട്ട ഒരു ഫാമിലി, സർക്കസുകാരൻ്റെ ഫാമിലി, തെരുവിൽ ജീവിക്കുന്നവരൊന്ന് ചോദിച്ചു, അച്ഛൻ ഞങ്ങൾക്ക് ഈ മഞ്ഞുകാലം കഴിയുന്നവരെ ഈ സെമിനാറിൻ്റെ സൈഡിലത്തെ മുറി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ കൊടുത്തത് മാതാവിൻ്റെ ഗ്രോട്ടോ എടുത്ത തൊട്ടടുത്ത മുറിയായിരുന്നു. അത് തന്നെയല്ല കഥ ഉദ്ദേശിച്ചത്. മാതാവിൻ്റെ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച് പരാതി. സെമിനാറിലെ ബ്രദേഴ്സ് എല്ലാം അച്ഛന് പരാതി പറയാണ്, അവർ ഭയങ്കര ഒച്ചയപ്പകളാണ്, ഗ്രോട്ടയുടെ മുമ്പിൽ കിടന്ന് തലകുത്തി മറിയലൊക്കെയാണ്. അതുകൊണ്ട് അച്ഛന് ഈ കൊടുത്തത് വളരെ മോശമായിപ്പോയി. അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോയി. വലിയൊരു ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് അതിപ്പോൾ സെമിനാറിൽ നാണക്കേടും വഴക്കിലേക്ക് കാരണമായി. അച്ഛൻ വഴക്ക് പറയാൻ വേണ്ടി അന്ന് വൈകിട്ട് ഈ നോക്കി നിൽക്കുക, കയ്യോടെ പിടിക്കാൻ വേണ്ടി. അച്ഛൻ ഇരുട്ടത്ത് പതുങ്ങി നിന്നപ്പോൾ കൃത്യമായിട്ട് കണ്ടു സർക്കസുകാരൻ വരുന്നു. അവിടെ വന്നിട്ട് ഗ്രോട്ടോ മുമ്പിൽ തലകുത്തി വരുന്നു, ഷർട്ട് ഊരുന്നു. അച്ഛൻ എന്തൊരു വൃത്തിയുടെ മനുഷ്യനായത്. വഴക്കിടാൻ വേണ്ടി, തല്ലാൻ വേണ്ടി, ഇറക്കി വിടാൻ വേണ്ടി അന്നേരം തന്നെ ഇറങ്ങിച്ചെന്ന് അച്ഛൻ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് കണ്ടേ അവിടെ ഒരു പെണ്ണും കൂടെ ഒരു കൊച്ചും നിൽക്കുന്നു. അച്ഛൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് മാതാവും താഴെ നിൽക്കുന്ന ഉണ്ണീശ കിടന്ന് പൊട്ടിച്ചിരിയും തലകുത്ത് വരിയിലൊക്കെയാണ് ഈ സർക്കസുകാരനെ കളി കണ്ടിട്ട്. ഇത് ബെർണാദ് പുണ്യാളനെ ബെർണാദ് പുണ്യാളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും, മാതാവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ബെർണാദ് പുണ്യാളനാണല്ലോ. നമ്മുടെ എത്രയും തല മാതാവ് എന്ന പ്രാർത്ഥന പോലും എഴുതിയ ആൾ. ഇത്രയും വലിയൊരു കാര്യമായി മാറിയത് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്.
ഈ ഒരു മാതാവിൻ്റെ ഒരു തലകുത്തി മറിയലും ഉണ്ണീശോ സന്തോഷമൊക്കെ ഈ സർക്കസുകാരെ പ്രകടിപ്പിക്കുന്ന കണ്ടിട്ടാണ്. തുടർന്നോളൂ. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. നമ്മൾ ഈശോയുടെ മുന്നിൽ ഇരുന്ന് ഡാൻസ് കളിച്ചാൽ അത് പ്രാർത്ഥനയാണെന്ന് ഈ കഥ പറഞ്ഞു കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ മനസ്സിലേക്ക്. അപ്പൊ ഇങ്ങനെ ഈ പ്രാർത്ഥന തുടങ്ങി കഴിയുമ്പോഴത്തേനും ഓരോ രഹസ്യങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം. അപ്പൊ ആദ്യത്തെ രഹസ്യം ചെല്ലുമ്പോഴത്തേനും ഞാൻ മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിക്കും. മുട്ടക്കുത്തി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം സൈഡിലിരുന്ന് ഇതിന്റെ കൂട്ടത്തിൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി മാറ്റി വെച്ചേക്കും. ഏറ്റവും അവസാനം സ്റ്റേജ് പെർഫോമൻസ് പോലാണല്ലോ. ഇവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ലാസ്റ്റത്തെ വരുന്നത് ഏറ്റവും ഇളയ കുഞ്ഞിന് വേണ്ടിയാവും, ഈ 8 മാസം പ്രായമുള്ള കൊച്ചിന് വേണ്ടിയിട്ട്. അത് വരുമ്പോഴത്തേന് ഇവര് തന്നെ പറയും അവക്ക് മുട്ടുകുത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി മുട്ടുകുത്തിക്കോളാം. പിന്നെ ലാസ്റ്റത്തെ ഒരു ആക്ഷൻ സോങ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി വരെ കാത്തിരിക്കും. ആ ലാസ്റ്റ് എൻഡിൽ വരുന്നത് അത് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഏറ്റവും മൂത്ത ആൾക്കാർ മുതൽ, അതായത് പപ്പ മുതൽ, ഞങ്ങളുടെ പപ്പ മുതലുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പാട്ടുണ്ടാക്കിയതാണ്. ഈശോയ്ക്ക് എന്തൊരു സ്നേഹം, ചാച്ചയോട് എന്തൊരു സ്നേഹം, ഓർത്താൽ അതിരില്ല, പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞുള്ള ആ പാട്ട് ഇങ്ങനെ തുടങ്ങും. അങ്ങനെ തുടങ്ങി എല്ലാവരെയും കുറിച്ച് പാടും. ചാച്ചയ്ക്ക് വരും, പിന്നീട് പപ്പ വരും, അമ്മ വരും, കുഞ്ഞുങ്ങളെല്ലാം വരും. ചേച്ചിമാര് വരും. അപ്പൊ സംശയിച്ചേ ഇതെല്ലാം കൂടി കഴിയുമ്പോ എത്ര മണിക്കൂർ കഴിയുമായിരിക്കും? ചിലപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ. ഇവിടെ മാതാപിതാക്കളെ ഇത് മൊത്തം ഫോളോ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് പറ്റുമെങ്കിൽ ഇത് അത് അപ്പാടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറക്കി വെച്ചാൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുള്ള, പ്രത്യേകിച്ച് കൊന്തയുള്ള മടി മുഴുവത്തോടെ മാറിക്കിട്ടും. ആക്ഷൻ സോങ്ങുകളും പാട്ടുകളും ഒക്കെ ആയിട്ട് തകർത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവര് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ദിവസവും വീട്ടിനകത്തിരുന്ന് തന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും മടുക്കും ഇവര്. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം പുറത്തേക്ക് ഇറക്കും. ഭയങ്കര എന്റർടൈൻമെന്റുകാരാണല്ലോ. അല്ല, ഈ പ്രാർത്ഥനയിലേക്കൊന്ന് കുട്ടികളെ എത്തിക്കാനുള്ള ഒരു പുറത്തേക്ക് ഇറക്കിയിട്ട് ചട്ടിക്കകത്ത് ചിരട്ടയിട്ട് തീ കത്തിച്ചിട്ട് ഫ്രണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഇവരത് കണ്ടുകൊണ്ട് അങ്ങനെ ഫ്രണ്ടിൽ. അപ്പൊ ഈ ചട്ടിക്കകത്ത് തീ കത്തിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ഇവർക്കറിയാം എന്തെങ്കിലും അടുത്ത പരിപാടികൾ ഉണ്ടാവുമെന്ന്. അപ്പം ഫ്രണ്ടിൽ ഈശോനെ കണ്ട ടേബിളിൽ ഈശോനെ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ തിരിയെല്ലാം സെറ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് വരും. അപ്പൊ ഇവര് കസേരയിൽ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങനെ അതിലൂടെ പ്രാർത്ഥന അവിടെ വെച്ച് കൊന്ത ചെല്ലും. അതിന്റെ ചുറ്റും ഇരുന്ന് കൊന്ത ചെല്ലും. അപ്പൊ ആ രീതിയിൽ കുഞ്ഞുങ്ങൾ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേനും പിന്നെ അവർക്ക് ബോറടിക്കത്തില്ല. പിന്നെ വീടിന്റെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഉറങ്ങിയിട്ടുമില്ല പിള്ളേര്. എങ്ങനെ ഉറങ്ങാൻ പറ്റും? മൊത്തം നേരം ഭയങ്കര കളിയും അടുത്ത് തന്നെ വരുന്നത്. പിന്നെ വീടിന്റെ ചുറ്റും നടന്ന് കൊന്ത ചെല്ലും. ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ, ഒരു ദിവസം പുറത്ത് ഇരുത്തുവാണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ നടന്ന് എല്ലാരും കൂടെ ഒരുമിച്ച് പോലെ. വീട്ടിലെ കുഞ്ഞുമക്കളുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് അഴകുള്ളതാക്കാനുള്ള പൊടിക്കൈകൾ എന്തൊക്കെയാന്ന് ഒന്ന് പറഞ്ഞുതരുമോ? പ്രാർത്ഥനയുടെ സമയത്ത് ഇവർ പലപ്പോഴും വിരസത കാണിക്കുന്നതുണ്ട്. പ്രാർത്ഥന നോക്കി വായിക്കാൻ അറിയാവുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉച്ചത്തിൽ ചൊല്ലാൻ. അപ്പോൾ ബാക്കിയുള്ള ഇളയത്തങ്ങളെ ചിലപ്പം ഒന്ന് മൂഡ് ഓഫ് ആവും. അത്രയും നീണ്ട് മുഴുവൻ ചൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായിരിക്കും. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പറയും ഓരോ ചോറും ഉണ്ണീഷ് ഇവർ സ്കൂളിൽ ചൊല്ലുന്ന അതേ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. ഞാൻ അവസാനം ഇവർ ഭക്ഷണം കഴിച്ച് തീരാറാകുമ്പോഴത്തേക്കും ഓരോ മരിമണിയും ഉണ്ണീശോയാന്ന് പറയും. അപ്പോൾ പിന്നെ ഉണ്ണീഷനെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഫുൾ പ്ലേറ്റ് കംപ്ലീറ്റ് കാലിയാക്കി കാണിക്കാനുള്ള ഇൻട്രസ്റ്റ്. ഞാൻ മുഴുവൻ ഉണ്ണീഷയെയും തിന്നു തീർന്നു. ഇതൊരു വൻ തന്ത്രം തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു അമ്മ പറഞ്ഞ് കേട്ടിലാണ്, കൊച്ച് ഭക്ഷണം കഴിക്കാൻ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ഉരുള കഴിക്കുമ്പോഴത്തേക്ക് അപ്പായ്ക്ക് ഈശോനെ കിട്ടും, ഈ ഉരുള കഴിക്കുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഈശോനെ കിട്ടും. കൊച്ചിന് വീട്ടിലുള്ള ആരെ ഇഷ്ടമില്ലാത്ത കൊച്ചു എല്ലാവർക്കും വേണ്ടി വയറുനിറച്ച് കഴിക്കും, ഭക്ഷണം കഴിയും. ഇത് ഉണ്ണീശനെ കഴിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. അത് ഭയങ്കര ഒരു എനിക്കൊരു സിസ്റ്റർ പറഞ്ഞു തന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഇവരെ കൊണ്ട് കിടത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ മേത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. ഈ ഒരു സൈഡിലൂടെ ഒരാൾ, ഒരു സൈഡിൽ എനിക്ക് മാത്രമേ ഇന്ന് അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ ഞാനല്ല അമ്മ, സ്വർഗത്തിലെ മാതാവാണ് അമ്മ എന്നുള്ളത്. സ്വർഗത്തിലൊരു അമ്മയുണ്ട്, നമ്മളല്ല അമ്മ, ശരിക്കും മാതാവാണ് അമ്മ എന്ന് പിള്ളേർക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സമയമാണത്. ചിലപ്പോൾ ഞാനങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോവും. എന്നാലും റോസാപ്പൂവേ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സൈലൻ്റ് ആയിട്ട് അത് കേട്ട് അങ്ങ് കിടന്നുറങ്ങും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങുന്ന സമയത്തും ഈ സമയത്തൊക്കെ നമ്മൾ കാവൽമാലാഖമാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഈ കുഞ്ഞുങ്ങൾക്ക് കുരിശ് വരപ്പിച്ചു കൊടുക്കുന്നതും ഇവർക്ക് ഉള്ളിൽ ഇത് കഴിഞ്ഞ് ഇവർ കിടക്കുകയല്ലേ, ആ ഒരു മൂഡിലേക്ക് പോകുന്ന സമയത്ത് അവസാനം കൊടുത്തു വിടുന്നത് അതിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ ജത്രൂദിന്റെ പ്രാർത്ഥന
കുഞ്ഞ് ആൽഫി ഭയങ്കരമായിട്ട് പഠിക്കാനിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അവൻ തന്നെ കണ്ടുപിടിച്ച പൊടിക്കൈയാണ്. എന്നിട്ട് അവൻ എന്നോട് വന്ന് പറഞ്ഞു, അവന് ഈശോയുടെ പടത്തിൻ്റെ അടുത്ത് ഒട്ടിച്ചു വെച്ചു വിശുദ്ധ ജത്രുവിൻ്റെ പടം. എന്നിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകും. ഇവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇവൻ കണ്ടിന്യൂസ് ഈ പ്രാർത്ഥന ചൊല്ലി. കാര്യം ഞാൻ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1000 ആത്മാക്കൾ രക്ഷപ്പെടും. അപ്പം ഞാൻ 5 പ്രാവശ്യം ചൊല്ലി 5000 ആത്മാക്കൾ. അവർക്ക് അവിടെ പോയി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അവരെൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഒരു എനിക്കൊരു ഭയങ്കര ഒരു റെവലേഷൻ. നമുക്ക് ഈ പ്രാർത്ഥന അറിയാം, പക്ഷേ ഇവന് ഇത്രയും പ്രാക്ടിക്കൽ ലൈഫിൽ ഈ സാധനം അവൻ എടുത്തു വെച്ചത് എനിക്ക് തന്നെ ഒരു ഭയങ്കര റെവലേഷൻ ആയിരുന്നു. ഞാൻ ചേച്ചി ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ കൊടുത്തു വിടുക എന്നുള്ളത്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പലപ്പോഴും അച്ഛന്മാരുടെ അടുക്കലോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനെ കൊണ്ടുവരുന്ന ഒരു പ്രശ്നം, കുഞ്ഞുങ്ങളെ കൊണ്ട് രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു, ചീത്ത കാര്യങ്ങൾക്ക് ഉറക്കം പോകുന്നു. ഇതൊക്കെ പോകാനുള്ള ഏറ്റവും നല്ല കാര്യം അവസാനം കുറേ സ്പിരിച്വൽ പാക്കേജുകൾ കൊടുത്തു വിട്ടേക്കുക. അങ്ങനെ ആകുമ്പോൾ എത്ര മാലാഖമാരുടെ സംരക്ഷണത്തിനും ഉണ്ണീശോയുടെ കെട്ടിപ്പിടിച്ച സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇത് പറഞ്ഞപ്പോൾ ഓർക്കുമെന്ന് വെച്ചാൽ ഇപ്പം മൂത്ത ആൾക്ക് തന്നെ, അവൾക്കിപ്പോൾ 2nd സ്റ്റാൻഡേർഡ്, അപ്പോൾ തന്നെ കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു ദിവസം ഞങ്ങൾ അവിടെ കിടത്തി. ഇതിന് ഒരു കുഴപ്പമില്ല, എല്ലാ കാവൽമാലാകന്മാരും വിശുദ്ധരും എല്ലാവരും ഉണ്ട്, കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ യൂതന്മാരുടെ അവൾ കറക്റ്റ് ചൊല്ലിയിട്ട് 4 അതായത് കട്ടിലിൽ 4 സൈഡിലെല്ലാം കുരിശ് വരച്ച് അവൾ സേഫായിട്ട് കിടന്നുറങ്ങി. അതായത് അവൾക്ക് അത്രയും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. 2ാം ക്ലാസ് പഠിക്കുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് സ്വസ്ഥമായിട്ട് ഒരു പേടിയില്ലാതെ തന്നെ കിടന്നുറങ്ങി. കാരണം ആ കുഞ്ഞിൻ നാളിൽ നമ്മളിപ്പോ ഇത് പോയി പൊടിക്കൈകളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ കാവൽമാലാഖയുടെ പടം വെക്കുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ്. അവർക്ക് കാവൽമാലാഖയോടുള്ള അറ്റാച്ച്മെന്റ് കൂടാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പൊ അവര് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിർത്തി പ്രാർത്ഥിപ്പിക്കും. പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഹന്നാൻ വെള്ളം കൊണ്ട് കുരിശ് വരച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ സെൻറ്റ് മൈക്കിളിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥന ഇല്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളും പല സ്ഥലത്ത് പോകുന്നതല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച് തുടങ്ങി. ഇവളിപ്പോൾ 2nd സ്റ്റാൻഡേർഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇതങ്ങ് ടേക്കപ്പ് ചെയ്തു, രണ്ടുപേരും കൂടെ. കുഞ്ഞുങ്ങൾ രണ്ടുപേരും 2nd സ്റ്റാൻഡേർഡിലും LKGയിലും. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രത്യേക പ്രാർത്ഥന ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് ചൊല്ലുന്നതല്ല, സ്വയം പ്രേരിതമായിട്ട് നമ്മൾ എല്ലാവരും സ്പോണ്ടേനിയസ് പ്രേയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് അവർ തന്നെ ഡിസൈഡ് ചെയ്തു. നമ്മൾ ഒരുങ്ങി എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ അവർ രണ്ടുപേരും കൂടെ നിന്നിട്ട് ഡിസൈഡ് ചെയ്യും, ഇന്ന് ചേച്ചിയാണോ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് മോളാണോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഹന്നാൻ അതായത് ഇവര് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇന്ന് ചേച്ചി ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി റെഡി ആയിരിക്കും പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കാൻ റെഡി ആകുന്ന സമയത്ത് ഹന്നാൻ വെള്ളം എടുക്കാനായിട്ട് ഇളയാള് പോകും. അത് രണ്ടുപേരും മാറി മാറി, ഒരാള് പ്രാർത്ഥനയാണെങ്കിൽ മറ്റേ ആളത് എടുക്കും. അപ്പൊ ഇത് പിന്നീട് അറിയാതെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പല മേഖലകളിലേക്കും പിള്ളേർ പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടുവന്നു. ഇപ്പം പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങള് കടയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെ ഷോപ്പിന് അതെ കടയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സീറ്റയുടെ സ്കൂളിലെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് എണ്ണി പ്രാർത്ഥിക്കും. ഈശോ ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു, പപ്പായുടെ കടയെ സമർപ്പിക്കുന്നു, പപ്പായുടെ കടയിലെ സ്റ്റാഫിനെ സമർപ്പിക്കുന്നു, അമ്മയുടെ സ്കൂളിനെ സമർപ്പിക്കുന്നു, ഇന്ന് നടക്കുന്ന എക്സാമിനെ, പിന്നെ കുഞ്ഞിനെ ഓരോ സ്ഥലങ്ങളിൽ വിടുന്ന നോക്കുന്ന ആ ചേച്ചീനെ, അതെ ആ ചേച്ചീനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇളയാള് വന്നിട്ട് ഹന്നാൻ വെള്ളം എടുത്ത് എല്ലാവർക്കും കുരിശ് വരച്ചതാണ്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു എല്ലാവർക്കും. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ 8 മാസമുള്ള ആള് ഈ ബോട്ടിലിനകത്ത് ഹന്നാൻ വെള്ളമായിട്ട് ഈ കുഞ്ഞിക്ക നിൽക്കുന്ന സമയത്ത് ഏറ്റവും കുഞ്ഞാള് തല കുനിച്ചു കൊടുക്കും. കാരണം അവക്കറിയാം ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇതാണ് അടുത്ത സംഭവിക്കുന്നത്. അതെ, അതുപോലെ ഞങ്ങള് ഒരു ദിവസം ചിരിച്ചുപോയി പ്രാർത്ഥിച്ചപ്പോൾ. കാരണം ഇങ്ങനെ എല്ലാവർക്കും ഇളയാള് LKGയിലെ ആള് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പ്രാർത്ഥിച്ചു വന്നു. കുഞ്ഞിനെ നോക്കുന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൂടെയുള്ള ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ച് വെള്ളം അടിക്കുന്നൊക്കെ. അപ്പം ദൈവമേ, ഇന്ന് ആ ചേട്ടൻ വെള്ളം അടിക്കാതിരിക്കാനും കള്ളു കുടിക്കാതിരിക്കാനും അനുഗ്രഹിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോവാ, കുഞ്ഞുങ്ങളിൽ കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇമിറ്റേറ്റ്, ബ്ലൈൻഡ് ആയിട്ട് തന്നെ പിള്ളേർ ഇമിറ്റേറ്റ് ചെയ്ത്, അത് ആത്മീയയുടെ മേഖല ആകുമ്പോൾ ഈ ബ്ലൈൻഡ് ഇമിറ്റേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കണം. അതെ, അതിൽ കൂടെ നമ്മളും കുറെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുക. കാരണം നമ്മൾ ഒരിക്കലും പക്ഷെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പിള്ളേർ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇങ്ങോട്ട് തരിക ചെയ്യേണ്ടതുള്ളത്.
കൊള്ളാം. പിതാക്കന്മാരുടെ കുർബാനയൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ബെഡ്ഷീറ്റ് എല്ലാം കീറും. കാര്യം ഒരാൾ ബെഡ്ഷീറ്റ് എടുത്ത് ഇവിടെ കെട്ടും, അടുത്ത ബെഡ്ഷീറ്റ് എടുത്ത് തലയിൽ കൂടി ഇടും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചാച്ചയോട് പറഞ്ഞു, ചാച്ച എല്ലാ ബെഡ്ഷീറ്റിൻ്റെ നടുക്ക് തുള വീണ് കഴിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഇത് അവിടെ ഇവിടെ കുത്തുമ്പോഴത്തേക്ക് പിന്നു കുത്തിയിട്ടാണ് കുലു 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 ധൂപക്കുറ്റി വീശല്. മലങ്കര കുർബാനയില രക്ഷയില്ല. ധൂപക്കുറ്റി വീശൽ, ആകെ ആശീർവാദം, കയ്യിൽ കമ്പ്. അത് ശരിക്കും പള്ളിയിൽ എന്തവർ കാണുന്നോ അത് വീട്ടിൽ വന്ന് കുർബാന ചൊല്ലാനുള്ള ഒരു ടെൻഡൻസി. മാതാപിതാക്കള് അത് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട അവര് ചെയ്യുന്നത് പഴം അരിഞ്ഞു വെക്കും. പഴം അരിഞ്ഞു വെച്ചിട്ട് ഒരാള് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, അടുത്ത ആൾ വന്ന് എടുത്തു കൊടുത്തോണ്ടിരിക്കും. കാരണം ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കുർബാന സ്വീകരിക്കണം എന്നുള്ളത്. സ്വീകരിച്ചിട്ടില്ല. പള്ളിയിൽ പോകുമ്പോൾ പിള്ളേർ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ബിനുവിൻ്റെ കൂടെ നിൽക്കുവാണെങ്കിലും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിലും കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഓടി വരും, കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളുടെ ചുണ്ടില് ഉമ്മ തരും. അത് ഈശോയ്ക്കുള്ള ഉമ്മയാ. അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ ചുണ്ടില് തരുന്നതാ. അപ്പം തന്നിട്ട് ഇത്തിരി ഒന്ന് വാ പൊളിക്കാമെന്ന് പതുക്കെ ചോദിക്കും ചെവിയില്. അപ്പൊ അത് ഈശോയെ ഒന്ന് മണക്കാൻ വേണ്ടിയാന്ന് പറയും. അപ്പം അങ്ങനെ ഈശോയെ മണക്കുന്നു അവര്. ഈശോയെ ശരിക്കും ഞങ്ങൾ വാ തുറക്കുമ്പോ തന്നെ അവൾ ഇങ്ങനെ കൈകൂപ്പി പിടിക്കും. കാരണം അവൾ ഈശോയെ അവൾ ഇറങ്ങുന്ന സമയത്ത് പറയും, ഞാൻ ഈശോയെ മണത്തു, ഈശോയുടെ മണം നല്ല മണാന്ന്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഒരിക്കല് കുറച്ച് വൈൻ, അതായത് വയറിന് പ്രശ്നം ഉണ്ടായിട്ട് വൈൻ വയറിന് പ്രശ്നമായിട്ട് ഇങ്ങനെ ഇത്തിരി വൈൻ ഉണ്ടാക്കിയ വൈൻ ഇങ്ങനെ കുടിക്കാന്ന് പറഞ്ഞ് വൈൻ എടുത്തു. അപ്പൊ അപ്പൊ ഇങ്ങനെ വൈൻ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം എന്തെങ്കിലും ഈ ഒരു വൈൻ്റെ സ്മെല്ലോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇവൾ ഉറപ്പായിട്ടും പറയണ്ടേ എന്തോ സ്മെല്ല്, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യണ്ടേന്ന് ഓർത്ത് ഞങ്ങൾ ഇത് പതുക്കെ അവളെ മണപ്പിച്ചിട്ടാണ് ഇത് ഞങ്ങൾ കുടിച്ചതും ഒക്കെ. അപ്പൊ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം നമ്മളൊന്നും. അത് നല്ല കൺഫർമേഷൻ ആയിരുന്നല്ലേ? കർത്താവിനെ കൃത്യമായിട്ട് ഇത്ര ആഗ്രഹിച്ചു നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ മണം, കർത്താവിന്റെ മണം കിട്ടുന്നു എന്നുള്ളത് കൺഫേം ചെയ്തത് അവിടെയാണ്. കാരണം അതൊരു ചെറിയൊരു മണത്തിനേക്കാൾ ഉപരി അവരത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ടിന്റെ മേഖല. ഉറപ്പായിട്ട് നമ്മൾ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഒരു മേഖലയാണ്. ഇവര് കളിക്കാൻ പോകുമ്പോൾ, സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഈശോയെ കൂടെ കൊണ്ടുപോയി ആ ഒരു കളിക്കുന്ന സംഭവത്തിനകത്ത് ഈശോയെ വേണം എന്നുള്ള സംഭവം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചില ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ് ഇവർ കാണുമല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈശോ, ഈ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് തന്നത് ഈശോയാണ്, ഈ കൂട്ടുകാരിനെ നിനക്ക് തന്നത് ഈശോ. അത് ശരിക്കും അവരുടെ റിലേഷൻ വളരുന്നതിനോടൊപ്പം അത് വളർന്നുകൊണ്ടിരിക്കണം. ശരിക്കും വിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകത്തില്ല. ഇതിനല്ലേ ഡോൺ ബോസ്കോ പറഞ്ഞ ജംപ് ഡാൻസ് ബട്ട് നെവർ സിൻ, പ്ലേ ജംപ് ഡാൻസ് ബട്ട് നെവർ സിൻ. കുഞ്ഞുങ്ങൾ എല്ലാ സ്ഥലങ്ങളും പ്രാർത്ഥനാപൂർവ്വം പോവുകയാണെങ്കിൽ, അങ്ങനെ ചില പൊടിക്കലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പ്രശ്നം കടന്നു വരാൻ പറ്റുന്ന പല മേഖലകളിലും പ്രാർത്ഥന വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഈ ഗെയിംസ്, സ്പിരിച്വൽ ഗെയിംസ് ഒക്കെ നടത്താറുണ്ടോ? ഗെയിമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഞായറാഴ്ച ആകാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾ കാത്തിരിക്കും. കാരണം ഞായറാഴ്ച വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പോവില്ല, കടയടവാണ്, വേറെ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പൊ ഞായറാഴ്ച അത് തന്നെ ഞായറാഴ്ച എല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരെയും വട്ടത്തിലിരുത്തിയിട്ട് സുഹൃത ജപ കളി തുടങ്ങും. സുഹൃതജപം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങും ഓരോന്ന്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, അങ്ങനെ ഓരോന്ന്, ഇന്നൊന്നില്ല, അടുത്ത് പറയണം. അപ്പം പറയുന്നത് ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്നത് മൂത്തയാള് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് ആ കൊച്ചിന് ഔട്ടാണ്. ഔട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിഷ്മെന്റ് ചിലപ്പം തവളയാട്ടം, പാട്ട് പാടല്, സൈക്കിൾ ചവിട്ടല്. നിങ്ങളൊക്കെ സ്ഥിരം തവളയാട്ടം, സൈക്കിൾ ദോശ ചുടുന്നതും സൈക്കിൾ ചവിട്ടുന്നതൊക്കെ ഞങ്ങൾ അങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഓരോ ഗെയിമുകൾ കൊടുത്ത് അത് പിന്നീട് ഓരോ സമയത്തും നമ്മൾ കളിക്കാം. ഇനി സുഹൃദൈവ കളി കളിക്കാം. അപ്പൊ യാത്രക്ക് പോവുകയാണെങ്കിൽ അന്നേരം ചോദിക്കാം, നമുക്ക് സുഹൃദൈവ കളി കളിക്കാം. പണ്ടത്തെ അന്താക്ഷരി പോലെ ഇപ്പൊ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അതിന്റെ കൂടെ വെച്ചാൽ ഇതിനകത്തൊരു പ്രയോജനം എനിക്ക് തോന്നിയത്, അപ്പൊ നമ്മൾ എല്ലാവരും പുതിയത് കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ
മൂത്ത ആളിപ്പോൾ വചനമൊക്കെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങി. അപ്പം അടുത്ത ആഴ്ച എനിക്ക് പുതിയത് പറയാൻ വേണ്ടിയിട്ട് വചനം പഠിച്ചു വെക്കും. പുതിയ സുഹൃദേവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞാള് പറയുന്നത് മാതാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഉണ്ണീശോയെ സ്നേഹിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇയാൾക്ക് സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ട് വചനം ഒന്ന് പഠിച്ചു വെക്കും. അപ്പൊ ആ വചനം പഠിക്കാൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ കുഞ്ഞു വചനാണെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ പെട്ടെന്ന് അതങ്ങ് മനസ്സിലുണ്ടാവും. അവരുടെ തന്നെ ആകുമ്പോഴത്തേക്ക് അവർക്കൊരു സുഖം. അപ്പൊ നല്ലൊരു നമുക്ക് പിള്ളേരെ വചനം പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പൊടിക്കൈയാണ് ഇത് ചെയ്യാനുള്ളത്. ചാർട്ടില് എഴുതി വെച്ച ഇവരുടെ അതികുർബാനയുടെ സമയത്തൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഈ കുമ്പസാരത്തിന് മുമ്പ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ ചാർട്ടിൽ എഴുതി വീട്ടിലങ്ങ് വെച്ചു. അപ്പോൾ ഈ സാധനം അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് അകത്ത് കയറി. അതുപോലെ ഇവർ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിൽ ചാർട്ടിൽ ഇവർക്ക് ഏത് വചനമാണോ ഇവർ താങ്ങേണ്ടത് ഈ വചനം വലിയ ചാർട്ട് പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് കാണാതെ പഠിച്ചൊന്നും എത്തിയെന്നൊന്നും ഇരിക്കില്ല. പക്ഷേ ഇത് ഉള്ളിൽ വിത്തായിട്ട് കിടക്കും. നാളെ അത് തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും. വന്നിരുന്നു പോയ ഒരു ഫാമിലി പറഞ്ഞിട്ട് പോയത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ നേരത്തെ എല്ലാ ദിവസവും ഒരു വചനം എഴുതി പോക്കറ്റ് ഇട്ട് കൊടുക്കും. അത് 2 കാര്യം. ഒന്ന് കൊച്ചിടക്കൊക്കെ തുറന്നൊക്കെ വായിക്കാൻ ശ്രമിക്കും. പിന്നെ ആരാ വചനം കൂടെ പോകുന്നത് വലിയ സംരക്ഷണത്തിന്റെ വലിയൊരു കവചം തന്നെയാണ്. ഇതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ കുമ്പസാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ 2nd സ്റ്റാൻഡേർഡും LKG ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ ഒരു കാര്യമാണ് അത്. ഇപ്പോൾ നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കുമ്പം ഇവര് ഇപ്പൊ തൊട്ട് ചെയ്യുന്ന എല്ലാ പാപങ്ങളും അതിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ഡയറിയിൽ 2 പേർക്ക് ഒരു ഡയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയറിയിൽ ഇപ്പൊ ചെയ്യുന്ന ചെറിയ കുഞ്ഞു പാപങ്ങൾ നമ്മൾ അറിയുന്നതെല്ലാം എഴുതി വെക്കാറുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കൊച്ചെഴുതി തുടങ്ങിയത്? കൊച്ചെഴുതിയല്ല, കൊച്ചിന് വേണ്ടി ഞാൻ എഴുതി തുടങ്ങി. അപ്പം ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ നമ്മളാണല്ലോ എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളും കൂടെ ഒരുക്കി വിടണമല്ലോ കുമ്പസാരത്തിന്. അപ്പൊ ഒരുക്കേണ്ടത്. അപ്പം ഈ കുഞ്ഞു പാപങ്ങളെല്ലാം അന്ന് പറഞ്ഞു കുമ്പസാരിക്കുമ്പോൾ ഇവർക്ക് മൊത്തത്തിലൊരു റിലീഫ് ആയിരിക്കും. നല്ലൊരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ്. ഞാനൊരു ചെറിയൊരു നമ്മൾ വചനം പറഞ്ഞാണല്ലോ ബസ് നിർത്തിയത്. വചനം പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് എനിക്ക് ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയതെന്ന് പങ്കുവെച്ചിട്ട് പിരിയാന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കൊച്ചു പിള്ളേരെ ഇങ്ങനെ ആത്മീയമായ പൊടിക്കൈകൾ കൊടുത്ത് എങ്ങനെ വളർത്താമെന്നുള്ളതാണല്ലോ പ്രാർത്ഥന ഇൻട്രസ്റ്റ് ആക്കാൻ. ഞാൻ ഒരിക്കലും ഒരു ഫാമിലി ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. അവർ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാൻ വേണ്ടിയും ബൈബിളിൽ ഒരു ഇവൻറ്റ്സ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരബിൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഉപമ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കടുകുമണ്ട് ഉപമയാണ്. കുറച്ച് കടുകെടുത്ത് മേശപ്പുറത്ത് വെക്കും. ഇതാണ് കടുകുമണ്ട് ഉപമ നമുക്ക് ഓടിക്കാം. ആ പിള്ളേർക്കൊക്കെ ഓരോ കടുകെടുത്ത് കൈ കൊടുക്കും. 2 പിള്ളേരെ കൊണ്ട് കടുകുമണ്ട് ഉപമ പഠിപ്പിക്കും. അത് ഈശോ പറഞ്ഞ അടുത്തൊരു വയലിൻ്റെ ഉപമയാണെങ്കിൽ കുറച്ച് പറ്റുമെങ്കിൽ പുറത്തെവിടെയെങ്കിലും യാത്ര ചെയ്ത് പോയി ഒരു വയലിൻ്റെ തീരത്തൊക്കെ നിൽക്കും. ഇതാണ് ഈശോ പറഞ്ഞ വയലിൻ്റെ ഉപമ. അപ്പോൾ പിന്നെ ആടിൻ്റെ ഉപമ, വീട്ടിൽ ആടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരെന്താ ചെറിയ സ്റ്റാച്ചു മേടിച്ചു വീട്ടിൽ. എന്നിട്ട് ആടിൻ്റെ ഉപമ പഠിപ്പിക്കുമ്പോൾ ആടിൻ്റെ അടുത്ത് കൈവച്ച് കൊടുക്കും. പിള്ളേർക്ക് എടുത്ത് പിടിച്ച് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. പിള്ളേർക്ക് ജീവിതത്തിൽ ഈ ഉപമകളൊന്നും മറക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊതിയോടെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇട്ട എഫേർട്ട് ഭയങ്കരമാണ്. നമ്മൾ ഇവരുടെ റിസൾട്ടിനെ പറ്റിയാണ് കേട്ടത്. ഉറപ്പായിട്ട് ഇവരുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉയ്യോ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഒന്നുമില്ല. അപ്പനും അമ്മയും കുറച്ച് നേരം കുത്തിയിരുന്ന് ആലോചിച്ച് ഓരോ ദിവസവും മക്കൾക്ക് എങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് കൊടുക്കാം. നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം നമ്മൾ ആ സ്കൂളിനെ പറ്റി സ്റ്റഡി നടത്തും. ഒരു ട്യൂഷൻ ടീച്ചറെ തപ്പുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം അതിനെപ്പറ്റി സ്റ്റഡി നടത്തും. ഒരു ബാഗ് മേടിക്കാൻ അല്ലെങ്കിൽ കുട മേടിക്കാൻ പോലും നമ്മൾ സ്റ്റഡി നടത്തും. പക്ഷേ കുഞ്ഞിനിതുപോലെ ആത്മീയമായിട്ട് ഓരോ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അല്പനേരം അപ്പനും അമ്മയും കൂടി സ്വല്പം എഫേർട്ട് അധികം എടുക്കുകയാണെങ്കിൽ, ഒരു വാക്കാൻ എക്സ്ട്രാ മൈൽ കുറച്ച് നേരം കൂടെ നടക്കാമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന എന്നും എൻജോയ് ചെയ്യുന്ന ഒരു ഹോളി ജനറേഷനായി മാറും. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷം. അത് ഇൻട്രസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിന്ന് തമ്പുരാൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ഈശോയെ, നീ നൽകിയ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മാതാപിതാക്കളായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ആ വലിയ വിളി നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളീ മക്കളെ, നീ നൽകിയ മക്കളെ ഏറ്റവും വിശ്വസ്തയോടെ വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് നിന്റെ അടുക്കിലേക്ക് അവരെ ചേർത്ത് നിർത്താനുള്ള ഏറ്റവും വലിയ പാതയായ നിന്നോട് സംസാരിക്കാനുള്ള വിനിമയമായ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനാ ജീവിതം കൂടുതൽ താല്പര്യമുള്ളതാക്കുവാനായിട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ എഫേർട്ട് എടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒരല്പം കൂടി ബലപ്പെടുത്തി തരണമേ. കാരണം മക്കൾ ഞങ്ങളിൽ നിന്നാണല്ലോ വിഷയം പഠിക്കുന്നത്. ഞങ്ങളുടെ ബലഹീനതകളും താല്പര്യക്കുറവുകളൊക്കെ കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ദുർമാതൃക കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മാപ്പി ഒതുക്കുന്നു. ആ എല്ലാ കുറവുകളും അപ്പനായി നീ തന്നെ വന്ന് നികത്തി തരണമേ.
പിന്നെ മാലാഖമാരെയും ദൈവദൂതന്മാരെയും വിശുദ്ധരെ അയച്ച് ഞങ്ങളുടെ മക്കളെ കൂടുതൽ സംരക്ഷിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരു തലമുറയാക്കി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ അമ്മയ്ക്കൊപ്പം അമ്മയുടെ വിമലഹൃദയത്തിൽ ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുര